വഖഫ് ബോർഡിനെ നിയന്ത്രണത്തിലാക്കാൻ ബിജെപിയുമായി ചേർന്ന യുഡിഎഫ് സർക്കാർ നടത്തിയ നീക്കത്തിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വകുപ്പ് സെക്രട്ടറിയെ ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവായി നിയോഗിച്ച ഹൈക്കോടതി നടപടി സുപ്രീം കോടതി റദ്ദാക്കി. വഖഫ് ബോർഡ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. നിലവിലുള്ള ബോർഡിന് തുടരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്താണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഹൈക്കോടതി ഉത്തരവിലെ സുപ്രധാന ഭാഗമായ വകുപ്പ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററാക്കിയ നടപടി റദ്ദാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തിരുത്തിയതോടെ സംസ്ഥാന സർക്കാരിന് ലഭിച്ച നിയന്ത്രണാധികാരം സുപ്രീം കോടതി നീക്കി. എന്നാൽ വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാം. വഖഫ് ബോർഡിന് മേൽ ഹൈക്കോടതിയുടെ മേൽനോട്ടവും തുടരും. നാളെ ഷോൺ ജോർജിൻ്റെ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ബിജെപി സഹായത്തോടെ യുഡിഎഫ് നടത്തിയ നീക്കമാണ് ഇതോടെ പൊളിഞ്ഞത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജനറലിൻ്റെ മൗനമായിരുന്നു ഷോൺ ജോർജിന് അനുകൂല വിധി സമ്പാദിക്കാൻ ഇടയാക്കിയത്. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിശ്വാസികളെ ഉൾപ്പെടുത്തണമെന്ന ഷോൺ ജോർജിൻ്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ. വഖഫ് ആക്ടിലെ 2299 വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡിൻ്റെ സ്വയംഭരണാവകാശം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ബോധപൂർവം വിട്ടുകളഞ്ഞ ഈ വാദങ്ങളാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദങ്ങൾ അംഗീകരിച്ചാണ് സുപ്രീം കോടതി വഖഫ് ബോർഡിൻ്റെ സ്വയംഭരണാവകാശം അംഗീകരിച്ചത്. വകുപ്പ് സെക്രട്ടറിയെ ഉപയോഗിച്ച് വഖഫ് ബോർഡിനെ നിയന്ത്രണത്തിലാക്കാനുള്ള യുഡിഎഫ് BJP കൂട്ടുകെട്ടിൻ്റെ നീക്കം ഇതോടെ പൊളിഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.